ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രസാദം. 89-ാമത്തെ സങ്കീർത്തനം 20-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. ഞാൻ അവൻ്റെ വൈരികളെ അവൻ്റെ മുമ്പിൽ തകർക്കും, അവനെ പകയ്ക്കുന്നവരെ സംഹരിക്കും. ദാവീദിനെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നുവെന്ന്, എന്തുദ്ദേശത്തോടുകൂടി ആയിരുന്നുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം കണ്ടെത്തുകയായിരുന്നു. മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു മർമ്മം, മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത് ദൈവത്താലാണ്, ജനിപ്പിക്കുന്നത് ദൈവമാണ്. മാതാപിതാക്കളുടെ പോലും ഇഷ്ടപ്രകാരമല്ല ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിക്കുന്നെന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ, ഒന്നുമില്ലാതിരുന്നപ്പോൾ സകലതും ആ പിണ്ഡത്തെക്കുറിച്ച് ദൈവം എഴുതി വച്ചിരിക്കുന്നുവെന്ന് ദാവീദ് തന്നെ പറയുന്നു. അപ്പോൾ ദൈവ ഇഷ്ടപ്രകാരം ജനിക്കുന്ന മനുഷ്യന് സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ആഗ്രഹപ്രകാരം ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുപ്പുകള്, അവൻ്റെ ജീവിതത്തിൽ എന്ത് വേണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള തീരുമാനം അവന് സ്വയം എടുക്കുവാൻ ദൈവം അവന് അനുവാദം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന ഓരോ ബാരിയേഴ്സും ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്. ആ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വേണം ഞാൻ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യും. എനിക്ക് സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ എനിക്ക് അനുവാദം ദൈവം തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു ലിമിറ്റ് ദൈവം എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ലിമിറ്റിന് ബിയോണ്ടായിട്ട് ഞാൻ, ആ ലിമിറ്റിനപ്പുറമായി ഞാൻ നീങ്ങുമ്പോൾ ഒരുപക്ഷെ എനിക്ക് എന്തുണ്ടാകാം, ദൈവഹിതപ്രകാരമല്ലാത്ത യാത്ര എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാം. അപ്പോൾ ഞാൻ എങ്ങനെ യാത്ര ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം, എന്തൊടുക്കണം, എന്ത് സംസാരിക്കണം, എവിടെ പോകണം, എന്ത് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുവാനുള്ളൊരു അവകാശം ദൈവം എൻ്റെ മേൽ തന്നിട്ടുണ്ട്. എന്നെ ജനിപ്പിക്കുക, ഞാൻ ജനിച്ചു കാണണമെന്നുള്ളത് ദൈവത്തിൻ്റെ സന്തോഷകരമായ കാര്യമാകിയാൽ ദൈവം എന്നെ ജനിപ്പിച്ചു. എന്നിട്ട് എൻ്റെ മുമ്പിൽ പ്രമാണങ്ങൾ വെച്ചിരിക്കുന്നു. ദാവീദിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നത്, ഞാൻ അവനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. ദൈവം കണ്ടെത്തുകയാണ് ചെയ്തത്. കണ്ടെത്തുമ്പോൾ തന്നെ എന്താണ്, അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവൻ ഉരുവായിരുന്നപ്പോൾ തന്നെ, അവൻ ജനിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു നിയമം അവൻ്റെ മേൽ വന്നിരുന്നു. ഈ സമയമാകുമ്പോൾ ദാവീദ് ആരായിത്തീരും? ഏതവസ്ഥയിലിരുന്നാലും അവനെ വിളിച്ചു വരുത്തി ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് ഞാൻ അവനെ നിയമിക്കും. യദൃച്ഛയാ വന്നു ഭവിച്ച ഒരു സംഭവമല്ല അത്. അങ്ങനെ ആരുടെയും ജീവിതത്തിൽ യാദൃച്ഛിക സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അവന്റെ വിധി അല്ലാതെ, എനിക്ക് എൻ്റെ വിധിയായിരുന്നു അത്, അതുകൊണ്ട് ഞാനത് അനുഭവിക്കുന്നു, അങ്ങനെയല്ല. ദൈവത്തിന് അവനെ കുറിച്ചുള്ള ഒരു മുൻ നിശ്ചയമാണ് നമുക്കവിടെ കാണുവാൻ കഴിയും. കാരണം ഇസ്രായേലിന്റെ രാജ്യത്വത്തെ ലോകം മുഴുവൻ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചത് ദാവീദിൽ കൂടെയാണ്. വെറും ഒരു രാജാവായിരുന്നില്ല. അയൽ രാജ്യങ്ങളെ കീഴടക്കി, അയൽ രാജാക്കന്മാരെ ഭയപ്പെടുത്തി ശക്തനായ ഒരു രാജ്യത്വം, ശക്തമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുവാൻ ദാവീദ് നാട്ടിടയിൽ കൂടി ദൈവം പ്രവർത്തിച്ചു എന്ന് വേണം നമുക്ക് കരുതുവാൻ. അപ്പൊ ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയില്ല. കാരണം എൻ്റെ കൈ ഞാൻ അവനോടുകൂടെ സ്ഥിരമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം തൻ്റെ കരത്താൽ നമ്മളെ നടത്തിയാൽ,
നമുക്ക് എന്തുണ്ട്? ജയത്തോടുകൂടി ഒരു ജയജീവിതം നയിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടന്നു എന്നാണ് നമുക്ക് കാണും. ദൈവത്തിന്റെ ഹൃദയമറിഞ്ഞ മനുഷ്യൻ എന്നാണ് ദാവീദിനെ കുറിച്ച്. അപ്പോൾ ദൈവ ഇഷ്ടപ്രകാരം സ്വയം ഒരു വില്ലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ ഇസ്രയേലിന്റെ രാജാവാണ്, എൻ്റെ സ്വാതന്ത്ര്യപ്രകാരം എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് കഴിയും എന്നുള്ള അറിവ് അവനിലുണ്ട്. എങ്കിൽ പോലും സ്വന്തം ഇഷ്ടപ്രകാരം നീങ്ങുവാൻ ആഗ്രഹിച്ചില്ല, ദൈവ ഇഷ്ടപ്രകാരം നടക്കും. അതാണ് ദൈവം അവനെ ഇഷ്ടപ്പെടാനുള്ള കാരണം. നമുക്കെല്ലാം ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം തരുമ്പോൾ തന്നെ ദൈവം നമ്മളെ നോക്കുന്നുണ്ട്, എങ്ങനെ ജീവിക്കുന്നു. ദൈവത്തിന്റെ പേരിൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് നമുക്ക് തന്ന സ്വാതന്ത്ര്യം തന്നിരിക്കുമ്പോൾ തന്നെ നാം പോകേണ്ട വഴിയിൽ നമ്മൾ പോകുകയും പോകരുതാത്ത വഴിയിൽ നാം പോകാതിരിക്കുകയും ചെയ്യുന്നത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവ ഇഷ്ടപ്രകാരമുള്ള, ദൈവ ആലോചന പ്രകാരമുള്ള വഴിയിൽ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തി ദൈവം കാണിച്ച വഴിയിൽ കൂടി മാത്രമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന്റെ കരം ആ വ്യക്തിയോടുകൂടി സ്ഥിരമായിരിക്കും. ശത്രുവിനവനെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല, വഷളനവനെ പീഡിപ്പിക്കുവാൻ കഴിയത്തില്ല. അവന്റെ മുമ്പിൽ അവന്റെ ശത്രുക്കളെ ദൈവം തന്നെ തകർത്തു കളഞ്ഞ് അവനൊരു നല്ല അവസാനം ദൈവം കൊടുക്കുവാൻ്റെ കൊണ്ടിവിടെയാകും. ആണ് ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുന്നവൻ നന്നാ വയസ്സ് എന്നവനും ധനവും മാനവും ആയുസ്സും തികഞ്ഞവനുമായി തന്റെ പിതാക്കന്മാരോട് കൂടെ ചേർന്നു. ദൈവത്തിന്റെ പൈതലേ, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവ ഇഷ്ടപ്രകാരം. അത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മുടെ മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരമല്ല. പക്ഷെ നമുക്ക് യാത്ര ചെയ്യാം, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം നമ്മുടെ ഇഷ്ടപ്രകാരം. അതിന് പകരമായി ദൈവ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചാൽ ദൈവത്തിന്റെ കാര്യം നമ്മളോട് സ്ഥിരമായിരിക്കും. ശത്രു നമ്മളെ പീഡിപ്പിക്കാതെ, വഷളൻ നമ്മളെ തകർക്കുവാനിടയാകാതെ, സകലത്തിന്റെ മേലും ജയം തന്ന് ജയാളിയായി ദൈവം നമ്മളെ നടത്തും. അതിനായി നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവവചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.